ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് ഇത്. കോഴിക്കോട് നിന്ന് കൊച്ചി പിന്നെ ഫ്ലൈറ്റിൽ. അത് എനിക്കല്ല, ശരിക്കും നമ്മളെ ചുറ്റുമുള്ളവർ, അവരുടെ സന്തോഷം, അവർ ചിരിക്കുന്നത് കാണുമ്പോൾ ഇമോഷണലി ഭയങ്കര സന്തോഷിക്കുമ്പോൾ നമ്മളറിയാതെ സങ്കടപ്പെട്ടോ. ഞാൻ കണ്ണാടി ഊരിയിട്ടില്ലല്ലോ, കണ്ണാടി ഊരി എൻ്റെ കണ്ണീര് കാണും. നമുക്കറിയാം, ജീവിതത്തിൽ ഒരു മനുഷ്യന്മാർക്ക് ഒരുപാട് സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്കും അതേപോലെ തന്നെ വലിയ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ഒരിക്കലും നടക്കൂല എന്ന് കണ്ട ഒരു സ്വപ്നമാണ് ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം പൂവണിയാൻ പോകുന്നത്. ഒരിക്കലും ഒരു വിമാനയാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിന്ന് മാറി എയറോവിസ് ഇവരെ കൊണ്ടുപോയി ഇവരെ ആ ജീവിത അഭിലാഷങ്ങൾ ഇന്ന് പൂർത്തീകരിക്കാൻ പോകും. സർപ്രൈസ് ഭയങ്കരമായിരുന്നു. ഓർക്കാത്തൊരു സർപ്രൈസ് ഉണ്ടായത്. വീട്ടിൽ നിന്ന് വരുന്നവരെ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് പിടിച്ചിട്ട് ഞാൻ ദേഷ്യത്തോടെ അങ്ങനെ സംസാരിക്കും. അന്നേരം പറയും, ഞങ്ങൾക്കെന്താ ഇത്ര ദേഷ്യമൊന്നും. ഭയങ്കര സന്തോഷം. ഇവരുടെ എക്സ്പീരിയൻസ് ആണ് വേണം നമുക്ക് സന്തോഷം, മനസ്സിലായത്. അതിനെ എയർവേസിന് ഡബിൾ തംസപ്പും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. വളരെ ഹാപ്പിയായി. സ്വപ്നത്തിൽ വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു സംഭവം കിട്ടുമെന്ന്. പഠിച്ചു നിറവേറ്റി തന്നാൽ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ പ്ലെയിനിലൊക്കെ പോവാന്ന് പറഞ്ഞാല്. സന്തോഷം, ഹാപ്പിയാണ്. ഈ സ്നേഹിതന്മാര് 4 വർഷത്തിരുന്ന് കോൾ ചെയ്ത് അവര് ഭയങ്കര സന്തോഷിക്കാം. അത് ഒരാൾക്ക് ഞാൻ ഫോണിൽ രാവിലെ വിട്ടുകൊടുത്താണ്. ഓരെല്ലാവരും അയച്ചു കൊടുത്ത് നമുക്ക് എളുപ്പന്നപ്പോൾ വിളിക്കും. അവര് വന്നാല് പലതരത്ത് കൂട്ടിക്കൊള്ളു. ഞാൻ ചേട്ടൻ ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ കേറുമ്പോഴും ആ വിൻഡോ സൈഡിലെ ചേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള? ഒന്നും പറയല്ലേ, മരിക്കുന്നവരെ മറക്കാൻ അതെല്ലാം മറക്കൂലറിഞ്ഞ്. അപ്പൊ ദിവ്യ ചേച്ചി ഓരോ സ്ഥലത്ത് ഫോട്ടോ എടുത്ത് അങ്ങ് അയച്ചു കൊടുത്തോണ്ടിരിക്കണം. ഭയങ്കര രസമുള്ള സാധനം അല്ലേ? ഒന്നുപോലും വിടല്ലെന്ന് പറഞ്ഞു. അങ്ങ് ഫ്ലൈറ്റ് ഇറങ്ങുന്നു, പോലീസ് പിടിക്കാത്ത ഭാഗ്യം, എല്ലാരും ഫോട്ടോ എടുത്തു. പറ ചേച്ചി, എങ്ങനെ ഈ അവസരം തേടിയെത്തി? എയറോവിസ് എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ കണക്ട് ചെയ്തത്? സാറ് വന്ന് പറഞ്ഞതേ. ഇതേപോലത്തെ അവസരം എല്ലാം ചേച്ചി എങ്ങനെ തേടി? ഇതേപോലത്തെ തീരെ പോയില്ല, എവിടെയും പോകാത്ത ആളാണ്. മോള് കല്യാണം കഴിഞ്ഞാലും മോളെ ഈ പുണ്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും എയറോവിസ്? അതുപോലെ തന്നെ നമ്മുടെ ചേട്ടനെ പറ്റിയിട്ട് മാത്രം വരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചിരിയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവര് ഈ ഫ്ലൈറ്റ് യാത്ര ഒരിക്കലും ഇത് സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത കാര്യം ഇവര് മുഖാന്തരം നടന്ന് അത് ഭയങ്കര സന്തോഷത്തിന്റെ പീക്കിലെത്തിയപ്പോഴാണ് ചേട്ടന് ഇരട്ടി മധുരം തരാൻ വേണ്ടിട്ട് എയറോവിസ് പ്ലാൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ് വൈഫിനെയും കൂടെ കൊണ്ടുവരാന്ന് പറയുന്നത്? ഭയങ്കര സംഭവമായിരുന്നു ചേച്ചി. നമ്മൾ എവിടെയൊക്കെ ഇന്നേ വരെ ഒളിച്ചോട്ടം പോലെയായിരുന്നു ശരിക്കും. ഈഗിൾ മാൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ശരിക്കും. ഇതൊക്കെ എത്ര വർഷമായി അങ്ങനെ ഒരു? ഞാനിപ്പോ ചെറുപ്പത്തിൽ 15 വയസ്സിൽ നമ്മളെ തൊടിയിലൊരു ക്ഷേത്രയുടെ വെള്ളൊരു പള്ളി. അന്നേ അവിടെ വെച്ച് ഭക്ഷണം കൂട്ടുന്നതിനോടുള്ള ഒരു കണക്ഷൻ എന്താ പറയുക. ഞാൻ അവിടെ പോവാണ് ജീവജന്തുക്കൾ എന്റെ വയറ്റിലെ. അത് ഏത് തെരുവുനായാലും വിടില്ല, എന്തായാലും വിടില്ല. ഞാൻ തിന്നാൻ കൊടുത്തിട്ടില്ല, എന്നാലും എന്റെ കൂടുതൽ വരാം. പരുന്ത് പറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെ വിചാരിച്ച ഇക്ക പറക്കുമെന്ന്. പരുന്തിനും വിചാരിച്ചു ഞാൻ
ഈ പ്ലെയിനിൽ ഇങ്ങനെ പോകുന്ന എൻ്റെ സ്വപ്നത്തിനും കൂടി ഞാൻ വിജയിച്ചു. എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് പ്ലെയിനിൽ മരിക്കുന്ന മുന്നേ ഒന്ന് കയറണമെന്ന്. കേറണം. അത് അള്ള നിറവേറ്റി തന്നെ. ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇല്ലാന്ന് ചൂടാക്കിയതാണ്. ഒരു ടിക്കറ്റ് ഒക്കെ എടുത്താണ്. ഞാനോട് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ ചൂടാക്കാനല്ലേ, ഈ ചാൻസ് ഒക്കെ ആരും ഒഴിവാക്കാനാണ്. ജീവിതത്തിലും മരിക്കുന്നവരെ മറക്കാനുള്ളൊരു ഓർമ്മക്കുള്ളൊരു ഇത് ആയല്ലോ. പ്ലെയിനിൽ പോയി എല്ലാവരും കൂടുതൽ ടൂർ പോകുന്ന അതൊക്കെ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. മനുഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ടൂറൊക്കെ പോകുന്ന വല്ലാത്തൊരു സംഭവമാണ്. പരുന്തിന് മേളിലാണ് ഇന്നൊക്കെ പറഞ്ഞത്. അതിന് നിങ്ങളാണ് എയർവേസ് ആണ് ഒരുക്കി തന്നത്. ഭയങ്കര സന്തോഷം. പരസ്പരം അറിയാത്ത ആളിനെ പോലെയല്ല ഇക്ക പെരുമാറുന്നത്. ഇവരെ ഇരിക്കുമ്പോൾ എല്ലാവരും ക്ലോസ് ആണ്. ബിബി ചേച്ചി ആണെങ്കിൽ ഇവരെ കൊണ്ടുവരുന്നത് കാണുമ്പോഴും ഒരു ഫാമിലി പോലെയാണ്. ബിബി ചേച്ചിയുടെ അച്ഛനെ പോലെയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് കാണുമ്പോഴേ. നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് വരുന്നത്. വളരെ പാട്ട് 2-3 പാട്ട് പാടി കഥ പറഞ്ഞു തന്ന് 2, 3 സ്റ്റാർട്ട്. ഇവിടെ അപ്പോൾ ഇവരും നമ്മളോട് ജോയിൻ ചെയ്തപ്പോഴേ ഒരു സ്പെഷ്യലായി. ശരിക്കും ഇവരെങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത്? നമ്മളെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, പാണ്ടിക്കാട് ഇവിടെ കേന്ദ്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ തീരുമാനിച്ചാണ് ഇവരെ യാത്ര കൊണ്ട് പോകണേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങള് അവരോട് പറഞ്ഞ് അപ്പൊ സാറ് പോരാൻ കഴിയുന്ന 5-8 ആൾക്കാരെ പിക്ക് ചെയ്താണ്ട് പേര് തന്നതാണ്. നമുക്ക് എല്ലാവർക്കും കുഞ്ഞിലേക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണുമായിരിക്കും. എൻ്റെ മൈൻഡിൽ എവിടെയൊക്കെ പൈലറ്റ് ആവണമെന്ന് പറയുന്ന ആഗ്രഹം, പറക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ആഗ്രഹമുള്ള ജോലിയാണ് പൈലറ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പൈലറ്റ് ആവാൻ ആഗ്രഹമുള്ള. അപ്പോൾ എനിക്കും അറിയാതെ ഇവരുടെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇവരുടെ ഓഫീസിൽ ചെന്നപ്പോഴൊക്കെ എനിക്കും മനസ്സിലൊരാഗ്രഹം. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വയസ്സ് വരെ അതിന് ഇതുണ്ട്. എന്താ പറയുക, നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയറോവിസ് എന്ന് പറയും. ഇവർ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഫാക്കൽറ്റീസാണ് ധരിക്കുന്ന. സാബിത്തായാലും കുറേ പേരുണ്ട് നമ്മുടെ കൂടെ. വാ എല്ലാവരും വാ. സമീർ, ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് അറിയാം. എന്താണ് ഈ എയറോവിസ് കമ്പനി, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊക്കെ. എയറോവിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കഴിഞ്ഞ വർഷം 2025 ഒരു മാർച്ച് ആണ് നമ്മൾ ഇതിന് ആലോചന സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഒരുപാട് പൈലറ്റ് ട്രെയിനിങ് അക്കാഡമികളുണ്ടല്ലോ, പക്ഷേ എന്തൊക്കെയോ കുറവുകൾ നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് കുറേയും കൂടിയും സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് നല്ലൊരു ടീം സപ്പോർട്ട് ചെയ്യാൻ കറൻ്റ്ലി എയർലൈനിലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക, ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക, ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. പലപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അക്കാഡമീസ് ഒന്നെങ്കിൽ ഗ്രൗണ്ട് സ്കൂൾ മാത്രം കൊടുത്തിട്ട് ബാക്കി സ്വന്തം നിലയിൽ കുട്ടികൾ അന്വേഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില അക്കാഡമീസ് ഫ്ലൈയിങ് സ്കൂൾ അവർക്ക് താല്പര്യമുള്ള ഫ്ലൈയിങ് സ്കൂളുകളിൽ കുട്ടികളെ അയച്ചിട്ട് അങ്ങനെ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ബട്ട് ഓരോരുത്തർക്കും വേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ഗ്രൗണ്ട് സ്കൂളായാലും ഏറ്റവും ബെസ്റ്റ് രീതിയിൽ എങ്ങനെ പഠിപ്പിച്ചിട്ട് അവർക്ക് ഇതൊരു വലിയ സാമ്പത്തികമായി ചിലവ് വരുന്ന ഒരു കോഴ്സും കൂടിയാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ അമിതമായി അശ്രദ്ധമായിട്ടൊക്കെ പഠനത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക നഷ്ടവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിൽ, എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടുക, അവരെ കൃത്യമായി മെൻറ്റർഷിപ്പ് കൊടുത്തിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, ഇതൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ആക്ച്വലി എയറോവിസ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഒരു 1 year ആവുന്നതേ ഉള്ളൂ. ബട്ട് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റിയ കാര്യമാണ്, കേരളത്തിൽ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ എൻക്വയറി വരുന്ന, ഒരുപാട് കുട്ടികൾ അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ച് കടന്നു വരുന്ന ഒരു സ്ഥാപനമായി മാറാൻ പറ്റി. കറൻ്റ്ലി ഒരു 5 ബാച്ചുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റി. സോ ആ ഒരു ഹാപ്പി മൊമെൻ്റാണ്. ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം പോലും ആ ഒരു സന്തോഷത്തിൻ്റെ പുറകിലുണ്ടായതാണ്. നമ്മളിപ്പോൾ പറക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളെ വളർത്തിയെടുക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച സമയത്താണ് ഒരു ഫസ്റ്റ് ആനിവേഴ്സറിയാണ്, വേണമെങ്കിൽ ഒരു വലിയ ഗസ്റ്റുകളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു ഗ്രാൻഡ് പ്രോഗ്രാം വെക്കാം. ബട്ട് അത് ഒരു മാർക്കറ്റിംഗ് ടൂളോ അല്ലെങ്കിൽ പിന്നെ ആ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന. പക്ഷേ ഇവരെ ഈ ഫ്ലൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ വിചാരിക്കുന്നത് ഇവരെ ലൈഫിലെ എല്ലാ ദിവസവും ഓർക്കുന്ന കാര്യമാണ്. സോ അത് കൊടുക്കുക എന്നുള്ളതാണ് എയറോവിസ് ആഗ്രഹിച്ചത്. സോ അതാണ് ഞങ്ങൾ വിങ്സ് ഫോർ ഓൾ എന്നുള്ള പേര് പോലും സെലക്ട് ചെയ്യാൻ കാരണം എല്ലാവർക്കും ആ ഒരു പറക്കുക എന്നുള്ള സ്വപ്നം, പറപ്പിക്കാനുള്ള സ്വപ്നമുള്ള കുറേ കുട്ടികളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പറക്കാനുള്ള സ്വപ്നമുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരെ പോലെ ഇനിയും ഒരുപാട് പേരുണ്ട്. അവരെയും ഇനി ജീവിതത്തിൽ ആ വലിയ സ്വപ്നം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ടൂറ് അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോകുന്നത് ഒന്നുകിൽ കാലിക്കറ്റ് ബീച്ച് അല്ലെങ്കിൽ എയർപോർട്ടിൽ വിമാനം ഉയരുന്നത് കാണാനാണ്.
അതുവരെ അതൊരു സ്വപ്നത്തിൻ്റെ ബാക്കിയാണ് ആളുകൾക്ക്. ആ സ്വപ്നം എല്ലാവർക്കും എത്തിക്കുക. ഏവിയേഷൻ സെക്ടർ പോലും അങ്ങനെ ആവണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് എല്ലാവർക്കും പറക്കാൻ പറ്റണം. സാമ്പത്തികം ഉള്ളവർക്ക് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും, കോമൺ പീപ്പിളിനും ഫ്ലൈ ചെയ്യുക എന്നുള്ളത് സ്വപ്നമാവാതെ അവർക്കൊക്കെ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. സോ അങ്ങനെ ഒരു വലിയൊരു ഭാവിയും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ്. എല്ലാവർക്കും കഴിയട്ടെ. സന്തോഷം. അതുപോലെ തന്നെ ഫാക്കൽറ്റീസ്, ഇവരെ പോലുള്ള ആൾക്കാർ യങ്സ്റ്റേഴ്സ് ആണ്, അതെ, ബട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. അതെ, അവരാണ് സ്ട്രെങ്ത് എയറോവിസിന്റെ. കാരണം അടിപൊളിയായി. ആ എല്ലാം അടിപൊളിയായി. ഗുഡ് ബൈ എന്ന് പറയും. എല്ലാം ഗുഡ് ബൈ, ഒന്നും പറയാനില്ല. രാവിലെ മുതൽ നിങ്ങളൊപ്പരം തന്നെയല്ലേ. 6:10 മുതൽ ഇപ്പൊ സമയം എത്രയായി? 8:30. അതുവരെ നിങ്ങളൊപ്പരം തന്നെ. 8 മണിയായി അല്ലേ? ഞങ്ങളെയും വിട്ടില്ല, നമ്മളും വിട്ടിട്ടില്ല. നിങ്ങളെയും വിട്ടില്ല. ഞങ്ങൾ കയറാത്ത അതിലൊക്കെ കയറി, ട്രെയിനിൽ കയറി, മെട്രോയിൽ കയറി. ഓട്ടോ സർവീസ്. സെൽവയിലെ കുറച്ച് പേരെ പുറത്ത് ആകാശയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതും ആദ്യത്തിൽ ഞങ്ങൾക്ക് അത് വിശ്വാസം വന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു അടുത്ത ആഴ്ചയിലാണ് യാത്ര എന്ന് പറഞ്ഞപ്പോഴാണ് അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലായത്. സെൽവയിലെ കുടുംബാംഗങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത, ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത അവസരങ്ങളാണ് എയറോവിസിൻ്റെ ഭാരവാഹികൾ ഒരുക്കിയിട്ടുള്ളത്. വിമാനയാത്ര മാത്രമല്ല, മെട്രോ ട്രെയിനിലും, അതോടൊപ്പം തന്നെ ലുലു മാള്, അതുപോലെ വാട്ടർ മെട്രോ, അവസാനം വന്ദേ ഭാരതിലും കയറ്റി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിന് പ്രത്യേകമായിട്ട് സെൽവ കെയറോമിന് വേണ്ടി എയറോവിസിന് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരു ജീവിതത്തിൽ ഇതേവരെ കിട്ടാത്തൊരു ഭാഗ്യം കിട്ടിയ ഒരു ദിവസമാണ്. യാത്ര വളരെ സുഖമായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്.